നമസ്കാരം, ഞാൻ ഷാജി മഞ്ചരി. ഇന്ന് കർക്കിടകം 1 രാമായണ മാസത്തിൻ്റെ ആരംഭമാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യാഖ്യാനങ്ങളും രാമായണത്തിലെ കഥകളുടെ പാരായണങ്ങളും ആ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളും ഒക്കെ നടന്നു വരുന്ന ഒരു സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വായനയിൽ തങ്ങി നിൽക്കുന്ന, മറ്റുള്ളവരോട് പറയണം എന്നാഗ്രഹിക്കുന്ന ചില ഏടുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇന്ന് ഞാൻ പറയുന്നത് രാവണന്റെയും സഹോദരന്മാരുടെയും ഉത്ഭവത്തെക്കുറിച്ചാണ്. രാവണന് മുമ്പ് ലങ്ക ഭരിച്ചിരുന്നത് കുബേരനായിരുന്നു. വിശ്രവസിന്റെ പുത്രനായിരുന്നു കുബേരൻ. അതിനു മുമ്പ് ലങ്കയിലുണ്ടായിരുന്ന രാക്ഷസന്മാര് ദേവന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയും അങ്ങനെ കുറേയധികം പേര് കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവരെല്ലാം പാതാളത്തിലേക്ക് ഒളിച്ചോടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ സുമാലി എന്ന് പറയുന്ന രാക്ഷസന് തൻ്റെ പഴയ ലങ്ക ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്, എങ്ങനെയുണ്ട് എന്നറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈകസി എന്ന തൻ്റെ മകളുമായിട്ട് അദ്ദേഹം ലങ്കയിൽ വരികയാണ്. അങ്ങനെ ലങ്കയിൽ വരുമ്പോൾ കാണുന്നത് സർവ ആഭരണ വിഭൂഷിതനായി എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി പുഷ്പക വിമാനത്തിൽ പരിലസിക്കുന്ന കുബേരനെയാണ്. അപ്പൊ തന്നെ അടുത്ത് നിന്ന് മകളോട് സുമാലി പറഞ്ഞു, ഇതുപോലൊരു പുത്രൻ ഉണ്ടായാൽ എത്ര അഹങ്കാരവും ആത്മാഭിമാനവുമായിരിക്കും എനിക്കുണ്ടാവുക. അത് കേട്ട ഉടനെ കൈകസി പറഞ്ഞു, ഇത് ഞാൻ വിചാരിച്ചാലും നടക്കും, അച്ഛൻ നോക്കിക്കൊള്ളൂ. അപ്പോ സുമാലി പറഞ്ഞു, വിശ്രവസ് എന്ന ആളിന്റെ പുത്രനാണ് കുബേരൻ. അദ്ദേഹത്തെ ശരിക്കും പ്രീതിപ്പെടുത്തിയാലേ അദ്ദേഹത്തിൽ നിന്ന് പുത്രനെ കിട്ടും. അത് കേട്ട കൈകസി പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ മായ അത്ഭുതങ്ങൾ കൊണ്ട് വിശ്രവസിന്റെ അടുത്തെത്തുകയും ഒരു സന്ധ്യാസമയമാണ്. പ്രകൃതി പോലും മുഖമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ധ്യാനത്തിലിരിക്കുന്ന മഹർഷിയുടെ അരികിലേക്ക് കൈകസി നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി മുമ്പ് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൈകസിയാണ്, ഒരു രാക്ഷസിയാണ്. എന്നാലും അങ്ങയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് എനിക്ക് ഉത്തമനായ ഒരു പുത്രനെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിശ്രവസ് പറഞ്ഞു, ഈ സമയം ഒന്നിനും കൊള്ളാത്തൊരു സമയമാണ്, സന്ധ്യാസമയം. പുത്രനുണ്ടായാൽ അവൻ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അഹങ്കാരിയും കുഴപ്പക്കാരനുമാകും. അതുകൊണ്ട് അത് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈകസി പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങിൽ നിന്ന് ഉണ്ടാവുന്നതാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ പുത്രൻ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠനും നല്ലവരും ഒക്കെ ആവും. അങ്ങനെ അനുഗ്രഹിച്ച് എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വശംവദനായി ആ കാക്കക്കറുമ്പിയായിട്ടുള്ള കറുത്ത നിറമുള്ള ആ കൈകസിയെ തന്റെ മാറോട് ചേർത്ത് 4 പ്രാവശ്യം അദ്ദേഹം ആലിംഗനം ചെയ്തു. പുരാണമാണ്. പുരാണത്തിൽ വിചിത്രമായ പലതരത്തിലുള്ള കഥകളുണ്ട്. അവൾ ഗർഭിണിയായി 4 പ്രാവശ്യം ആലിംഗനം ചെയ്തു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. ഈ 4 പ്രാവശ്യം ആലിംഗനം ചെയ്തത് കൊണ്ട് 4 മക്കളുണ്ടായി. അതിൽ ഒന്നാമത്തെ മകനാണ് ഈ രാവണൻ. മഹാധൈര്യവും മഹാ അത്ഭുതം കാണിക്കുവാനും കായബലവുമുള്ള ആ രാവണൻ പിറന്നു വീണത് 10 തലയുമായിട്ടാണ്. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടപ്പോൾ കൈകസിയും സുമാലിയും വളരെയധികം ആനന്ദിച്ചു. രണ്ടാമത്തെ പുത്രൻ വലിയ ചെവിയോടും വലിയ വയറോടും കൂടി പിറന്നു വീണു, കുംഭകർണൻ. മൂന്നാമത്തെ ഒരു പെൺകുട്ടിയായിരുന്നു. അവള് മുറം പോലെ നഖങ്ങൾ ഉള്ളവളും വലിയ ധൈര്യശാലിയുമായിരുന്നു. അങ്ങനെ ശൂർപ്പം മുഖം, ശൂർപ്പം എന്ന് പറഞ്ഞാല് മുറമെന്നാണ്, മുറം പോലെ ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ ശൂർപ്പണഖ. അതോടൊപ്പം ഇവരുടെ പിതാവായിട്ടുള്ള വിശ്രവസ് പറഞ്ഞിരുന്നു, ഇനി 4ാമത്തെ പുത്രൻ അവനൊരു വിഷ്ണു ഭക്തനായിരിക്കും,
അവനായിരിക്കും നിങ്ങളുടെ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയും പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നാലാമതായിട്ട് പിറന്നയാളാണ് യഥാർത്ഥത്തിൽ രാവണ യുദ്ധത്തിൽ രാമന്റെ പക്ഷം ചേർന്ന് വിഷ്ണുഭക്തനായി തീർന്ന വിഭീഷണൻ. ഇങ്ങനെയാണ് പുരാണത്തിൽ രാവണന്റെയും സഹോദരന്മാരുടെയും സഹോദരിയുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥകൾ പറയുന്നത്. ഏതായാലും വളരെ വിചിത്രവും വളരെ രസകരവും ആയിട്ടുള്ള ഇത്തരം ചില കഥകൾ തുടർന്നും കേൾക്കാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.